നമസ്കാരം. ഞാൻ പി കെ വ്യാസൻ, അമനകര യജ്ഞാചാര്യനാണ്. സപ്താഹങ്ങൾ, നവാഹങ്ങൾ, ശിവപുരാണങ്ങളൊക്കെ യജ്ഞം നടത്തുന്ന ആളാണ്. വളരെ സന്തോഷപ്രദമായ ഒരു നിമിഷമാണ് നാളെ. പ്രത്യേകിച്ച് സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയിലാണ് സൂര്യൻ. അന്ന് ഈ കർക്കിടകത്തിൻ്റെ പ്രത്യേകത ചന്ദ്രനും സൂര്യനും ഒരു രാശിയിൽ വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് ശാരീരികമായ ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാം മരുന്ന് കഴിച്ച് മാറ്റാനും എല്ലാ ചികിത്സകളും നടത്താനും ഒക്കെ കർക്കിടകം ഉപയോഗിക്കുന്നത്. ആ ചികിത്സകളൊക്കെ കഴിഞ്ഞ് ബോഡി ഒന്ന് ഫ്രഷ് ആവുന്ന സമയമാണ് സൂര്യൻ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഈ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മലയാളം കലണ്ടറിലാണ് നമ്മൾ എടുക്കുന്നത് ചിങ്ങം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സായിപ്പിനോ മറ്റ് മതവിഭാഗക്കാർക്കോ അതിന് പ്രാധാന്യമില്ല എന്നില്ല. സൂര്യൻ എന്ന് പറയുന്നത് മതത്തിൻ്റെതോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെ അല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിളക്കി കാണിക്കുന്ന വിളക്കാണ് സൂര്യൻ. സൂര്യനൊരു പ്രത്യേകത ബുദ്ധിയെ വികസിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും നാൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കർക്കിടകത്തിൽ പാരായണങ്ങൾ, വായനകൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഒക്കെ നടത്തി ശേഖരിച്ചു വയ്ക്കുന്നത് നമ്മളുടെ ബുദ്ധിയിൽ ധീമഹി എന്നാണ്. ആ ധീയെ പ്രചോദിപ്പിക്കുന്ന സൂര്യഭഗവാന്റെ ഓജസ് വർദ്ധിപ്പിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ചിങ്ങമാസത്തിൽ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാനും അത് പറയാനും പാടാനുമൊക്കെ. അതുകൊണ്ടാണ് ഓണത്തിന് നല്ല പാട്ടുകളൊക്കെ ആഘോഷത്തോടു കൂടിയിട്ട് തിരുവാതിരയായി, ഊഞ്ഞാൽപ്പാട്ടായി, അങ്ങനെ പല പല പുലികളികളൊക്കെ ആയിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങളെയൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവുകയാണ്. അതുകൊണ്ട് ഇത് ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അല്ല ചിങ്ങമാസവും ഓണവും. ഈ ചിങ്ങമാസം വളരെ മനോഹരമാക്കി തീർക്കുവാൻ ആരൊക്കെയാണ് എത്തുന്നത്? തുമ്പികൾ വരുന്നു, പൂമ്പാറ്റകൾ വരുന്നു, നല്ല നല്ല പൂക്കൾ വരുന്നു, നല്ല നല്ല ജലാശയങ്ങൾ നല്ല തെളിഞ്ഞു കാണുന്നു, ജലാശയങ്ങളിൽ പോലും നല്ല പുഷ്പങ്ങളുണ്ടാകുന്നു, എല്ലാ സ്ഥലങ്ങളും പൂക്കൾ കൊണ്ട് നിറയുന്ന. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ്, ഇപ്പോഴാണ് നമ്മളുടെ ഭക്ഷണയോഗ്യമായ വസ്തുക്കളൊക്കെ അഥവാ വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ് ചിങ്ങമാസം. ആ ചിങ്ങമാസത്തിലെ അതിഗംഭീരമായ ആഘോഷ പരിപാടികൾ ഇപ്പോൾ സർക്കാർ തലത്തിലായാലും സാധാരണക്കാരുടെ തലത്തിലായാലും സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ലൈബ്രറികളിലും ഒക്കെ ആഘോഷിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ മുഹൂർത്തം നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തുവാൻ ആവശ്യമില്ല, തന്നെ വരികയാണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് ഈ പ്രകൃതി തരും. ഈ പ്രകൃതിയാണ് നാം കാണുന്ന ഈശ്വരൻ. ആ ഈശ്വരനെ ഭജിക്കുന്നവരാണ്, പൂജിക്കുന്നവരാണ് നമ്മൾ. ആ ഈശ്വരൻ കൊണ്ടുവന്ന് തരുന്നതാണ് ഈ കർക്കിടകവും ചിങ്ങവും അടക്കം. സൂര്യൻ 12 രാശികൾ കടന്നു വരുന്നതാണ്. അപ്പോൾ ഈ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ച് അത് കഴിഞ്ഞാൽ അടുത്ത 12 മാസം 12 രാശികളിൽ ഇനി സൂര്യൻ കടക്കും. വീണ്ടും 11 മാസം കഴിയും 12ാമത് സൂര്യൻ ഈ ചിങ്ങം രാശിയിൽ വരും. അതുകൊണ്ട് ചിങ്ങമാസം എന്ന് പറയുന്നത് വിളവെടുപ്പിന് നല്ല ആഹാരങ്ങൾ കഴിക്കാൻ. ഇതിപ്പോൾ ശരീരം ശുദ്ധി ചെയ്തു വന്നിരിക്കുന്നു. എപ്പോൾ? കർക്കിടക മാസത്തിൽ. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിച്ച് ബുദ്ധിയെ വികസിപ്പിക്കുന്ന, സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന, ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന എല്ലാ തരത്തിലും, അതുപോലെ തന്നെ സ്നേഹം പങ്കുവയ്ക്കുന്ന, മെയ്യോടും മെയ് ചേർന്ന് എല്ലാ കളികളും നടത്തുന്ന സുന്ദരമായ മുഹൂർത്തം. അതാണ് നമ്മുടെ പൊന്നിൻ ചിങ്ങം. ആരംഭിക്കുകയാണ് നാളെ ചിങ്ങമാസം, ചിങ്ങം 1.